ഹായ് ഗൈസ്, ഇറ്റ്സ് മീ യുവർ സാമി. ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയാനുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയത് തന്നെ ശരി, ഞാൻ ഭയങ്കരമായിട്ടും ദൈവത്തോടും എൻ്റെ മക്കളുടെ ഒക്കെ ഭാഗ്യമാണ്, ദൈവത്തോട് നന്ദി പറയുന്നത്. എൻ്റെ മക്കളുടെയും ജോപ്പൻ്റെയും എൻ്റെ പാരൻസിൻ്റെ ഒക്കെ ഭാഗ്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് ഗോകുലം മോളിൽ പോവുകയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 7-8 കൊല്ലമായി ഞാനിവിടെ കോഴിക്കോട് ഉണ്ടെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോകുലം മോളിലും അങ്ങനെയൊക്കെ പോകുന്നത്. ഞാൻ ജോപ്പൻ്റെയും മക്കളെയും കൂടെ അല്ലാതെ ഇങ്ങനെ മൂവിക്കും കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല. ഇന്ന് ഞാനും എൻ്റെ ലിസ കൊച്ചും കൂടെ നമ്മുടെ കൊഞ്ചറിംഗ് എന്ന് പറഞ്ഞൊരു മൂവി കാണാം. പുള്ളിക്കാരത്തിക്ക് മീൻസ് ഒരു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈവനിങ്ങിൽ അങ്ങനെ ഇറങ്ങിയതായിരുന്നു. സോ മൂവി എല്ലാം കഴിഞ്ഞതിന് ശേഷം ജോപ്പൻ അല്പം തിരക്കാന്ന് പറഞ്ഞു. ഞാൻ കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കാർ വർക്ക്ഷോപ്പിലായിരുന്നു. ഒരു ഓട്ടോ എടുക്കാം എന്ന് നോർമലി ഞാൻ ഷെലിച്ചറിനെയും കാര്യങ്ങളൊക്കെയാണ് വിളിക്കാറ്. അപ്പം നൈറ്റൊക്കെ ആയതിനെക്കൊണ്ട് അവിടെ നിന്ന് പുള്ളി വരുമ്പോഴത്തേക്കും ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുക്കാം. ഭയങ്കര കംഫർട്ടാണ് പൊതുവെ കോഴിക്കോടുള്ള ഓട്ടോക്കാരൊക്കെ. കാരണം ഞാൻ തന്നെ എന്തോരം ഓട്ടോക്കാരെ എനിക്ക് പരിചയമുണ്ട്. ഇത്രയും ആളുകൾ നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് എനിക്ക് പേടിക്കേണ്ട ഒരു അനുഭവം ഉണ്ടായി. മോളിന്റെ മുമ്പിൽ 1-2 ഓട്ടോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സമയത്ത്. എനിക്ക് 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നൈറ്റിൽ നിന്ന്. അപ്പോൾ അതിലൊരു ഓട്ടോ ഒരാളെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഓട്ടോക്ക് ഞാൻ ചോദിച്ചപ്പോൾ പുതിയങ്ങാടി വിടുമെന്ന് ചോദിച്ച സമയത്ത് അവർ ഓക്കെ വിടാം എന്നുള്ള രീതിക്ക് സംസാരിച്ചു കേട്ടോ. പക്ഷെങ്കിൽ പുള്ളി ഞാൻ ഓട്ടോയ്ക്കകത്ത് കയറിയ സമയം തന്നെ ഭയങ്കര രൂക്ഷ മദ്യത്തിന്റെ സ്മെല്ല്, ഒരു ഒട്ടും നോർമൽ അല്ലാത്തൊരു ബിഹേവിയർ. കാരണം അവിടുന്ന് ആ ബേബി ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ആ ഒരു ഓവർ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെയൊക്കെ അവർ ടേൺ ചെയ്തത്, റൈറ്റിലോട്ടൊക്കെ ടേൺ ചെയ്തത് ഭയങ്കര ഒരു അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാതെ അങ്ങനെ അങ്ങ് വീശി. സീരിയസ്ലി ഞാൻ മൈത്ര ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഭയങ്കര ശ്വാസം പിടിച്ചിട്ടായിരുന്നു ഞാൻ വണ്ടി നിന്നത്. അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മൈത്ര കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ബോധം തന്നെ വന്നത്. പക്ഷേങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഇയാളുടെ ഒരു രീതി ശരിയല്ലല്ലോ, സംതിങ് എന്തൊക്കെയോ അയാൾ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് ഇതാക്കുന്നു, ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സ്വയം മെർമർ ചെയ്യുന്നു, അങ്ങനത്തെ ഫീലൊക്കെ വന്നതിന് ശേഷം ഞാൻ ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ ജോപ്പന് ഓട്ടോന്റെ ആ ഒരു നമ്മൾ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഓട്ടോന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ വിട്ടു. കാരണം അഥവാ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോവാണെങ്കിലും ഗൈസ് ആളാരാന്നുള്ളത് പിടിക്കണ്ടേ. എന്താ പറയാ, അങ്ങനെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ആലോചിച്ചില്ല, ജോപ്പം വേറെ കല്യാണം കഴിക്കും, എന്റെ മക്കൾക്ക് ആരാ ഉണ്ടാവുക. സോ അപ്പൊ ഞാൻ എന്താ പറയാ, അങ്ങനെ ആ ഒരു ഇമേജ് സെൻഡ് ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ അവിടുന്ന് ഷോർട്ട് കട്ടാണ് ഞങ്ങളെ വീട്ടിലോട്ട്. ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പേടിക്കേണ്ട ഒരു അനുഭവം ലൈഫിൽ വരണല്ലോ. അത് ഒന്നാമത് വേറെ ഒന്നും അല്ല, ഭയങ്കരമായിട്ടും പേടിച്ചു ഗൈസ്. ഞാൻ ഇതിന്റെ കൂടെ ആ ഓട്ടോയിലുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരാം. അത് എന്താണെന്നുണ്ടെങ്കിലും ഒരു കംപ്ലൈന്റ് എന്നുള്ള രീതിയിൽ അല്ല എനിക്ക് ശരിക്കും അയാളോട് ദേഷ്യമോ അല്ലെങ്കിൽ അയാളെ എന്താണെന്നുള്ള രീതിക്ക് പിടിക്കണം അങ്ങനത്തെ ഒന്നും അല്ല. മറിച്ച് ഒരു സ്ത്രീ അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി, ഇനി ഒരു പുരുഷനാവട്ടെ ആരും ആവട്ടെ, ഇങ്ങനെ രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം നമ്മൾ സേഫ് ആണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ വീട്ടിലെത്തിയത് തന്നെ ശരിക്കും എത്തിയത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇന്നത്തെ ഈ ഒരു ജേർണിയിൽ, ഈ ഒരു തിരിച്ചു വരവ്, ആ ഓട്ടോക്കാരന്റെ കൂടെയുള്ള യാത്രയിൽ ഞാൻ വീട്ടിലെത്തുന്നുള്ളത് ഒരിക്കലും മദർ പ്രോമിസ് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവിടെ വീട്ടിലെത്തി ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. എന്നാൽ പോലും ഇത് മീൻസ് നമുക്കൊരിക്കലും എല്ലാം നമുക്ക് നമ്മുടെ അതോറിറ്റീനെയും പോലീസുകാരെയും അങ്ങനെയൊന്നും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അവർ എത്രയെന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ എന്താ പറയാ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരുടെ പുറകെ നടക്കാൻ പറ്റും. എന്നാലും ആ ഗോകുലം മോളിലൊക്കെ എത്രയോ ആളുകൾ പർച്ചേസിങ്ങിനും മൂവി കാണാനും അതല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാനും ഒക്കെ അവിടെ നിൽക്കുന്നതാ. ഇതേപോലെ എന്താ പറയാ വർക്കിംഗ് വുമൻസ് ആണെങ്കിലും പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ രാത്രി മൂവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേപോലെ കഞ്ചാവും കള്ളും ഒക്കെ അടിച്ച ആൾക്കാരെ ഓട്ടോയിൽ കയറുമ്പോൾ പിന്നീട് അവർക്ക് എന്ത് പറ്റുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാവുന്നു ഗൈസ്. കാരണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഒരു നിമിഷത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാനൊരു ജേർണലിസ്റ്റാണ്, എഴുത്തുകാരിയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ആ എന്നെപ്പോലും ഒരു നിമിഷം ഇത് പിടിച്ചു കുലുക്കി എന്ന് വേണം പറയാൻ. നിങ്ങൾ എന്നൊന്ന് കണ്ടു.
പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഞാൻ ആ ഓട്ടോന്റെ ഡീറ്റെയിൽസും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഫർദർ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ ഒരു അടുത്ത വീഡിയോയിലൂടെ നിങ്ങളോട് പറയാം. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥയിൽ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ടും പേടിച്ചു കേട്ടോ. ഭയങ്കരമായിട്ടും പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എനിക്ക് തോന്നുന്നു 2007 ഞാൻ ഇങ്ങനെ ഒന്ന് പേടിച്ചത്. 7 ഞാൻ പേടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഒരു പുരുഷനൊക്കെ ഉണ്ട്. ഒരു പുരുഷൻ എന്നെ ഭയപ്പെടുത്തിയത് എന്റെ ജീവിതത്തിൽ 2007 മെയ് 14 അത് ഏത് ഡേറ്റ് ആണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അന്നത്തെ അതേ ഒരു ഭീതി എനിക്ക് ഇന്നിപ്പോ ഈ രാത്രി സംഭവിച്ചു. അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കണം തോന്നി. ഒരു തരത്തിലും നമ്മുടെ മക്കള്, ഞാനടക്കം നമ്മുടെ കൂടെയുള്ളവരടക്കം ആരും സേഫ് അല്ലാത്ത ഒരു സർക്കിളിലും സർക്കംസ്റ്റൻസിലുമാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രാവൽ ചെയ്യാനോ ഒന്ന് പുറത്തിറങ്ങാനോ അതല്ലെങ്കിൽ ഒന്നിനും നമ്മളെ എപ്പോഴാണ് ആക്രമിക്കപ്പെടുക, എപ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ ഉപദ്രവിക്കുക, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. കുറച്ചും കൂടെ ഞാൻ ബോൾഡായിട്ട് ആ ഓട്ടോയിൽ ഇരുന്നതിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കോൾ വരുന്ന പോലെയൊക്കെ നിൽക്കുന്നതിനെ കൊണ്ടായിരുന്നു പിന്നെയും പുള്ളി എനിക്ക് തോന്നുന്നത് ഡിസ്കംഫർട്ട് ആയതെന്നുള്ളത്. ഒരു പക്ഷെ എന്റെ മുഖത്തും ഭയം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്. ആ ഊടുവഴിയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത വഴി കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ശരിക്കും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്.